നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. രണ്ട് വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നുണ്ടായ അധാർമികമായ രാഷ്ട്രീയ പ്രവർത്തികളാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ആദ്യം BJPയുമായി ബന്ധപ്പെട്ട കോഴയും, രണ്ടാമത് എം വിൻസെൻ്റ് എന്ന കോൺഗ്രസ് നേതാവും MLAയുടെയും അറസ്റ്റും. തീർച്ചയായും BJPയിലെ കോഴ വിവാദം തന്നെയാണ് നാം ആദ്യമായി ചർച്ച ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നത് വിനോദിൽ, RS വിനോദിൽ മാത്രം ഒതുങ്ങുന്നതാണോ മെഡിക്കൽ കുംഭകോണം? അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നിൽ കമ്മീഷൻ അംഗങ്ങൾക്കെതിരെ നടപടി എന്തിന്? MT രമേശിന് ക്ലീൻ ചിറ്റ് നൽകേണ്ടതുണ്ടോ? പാർട്ടിയല്ല വ്യക്തിയാണ് അഴിമതി നടത്തുന്നതെന്ന് പറഞ്ഞാൽ അഴിമതി അല്ലാതാകുമോ? കോഴക്കഥയിൽ ഒളിച്ചിരിക്കുന്നവരാരല്ല? BJP നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കിയ സ്വാശ്രയ മെഡിക്കൽ കോളേജ് അഴിമതിയിൽ ആരോപണ വിധേയനായ MT രമേശിന് ക്ലീൻ ചിറ്റ് നൽകി പാർട്ടി സംസ്ഥാന നേതൃത്വം. വളർന്നു വരുന്ന MT രമേശ് എന്ന നേതാവിന് നേരെയുള്ള ഗൂഢാലോചനയാണ് കോഴ ആരോപണം. കോഴ അഴിമതിയുമായി ബന്ധപ്പെട്ട് BJPക്ക് യാതൊരു ബന്ധവുമില്ലെന്നും അഴിമതി വ്യക്തി കേന്ദ്രീകൃതമാണെന്നും പാർട്ടി വിലയിരുത്തുന്നു. അന്വേഷണ റിപ്പോർട്ട് ചോർന്ന വിഷയത്തിലെ നടപടി സംബന്ധിച്ച് കേന്ദ്ര നേതൃത്വം തീരുമാനമെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് അറിയിച്ചത്. BJP കോർ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് കേന്ദ്ര നേതാക്കൾ താക്കീതും നൽകിയിട്ടുണ്ട്. തീർച്ചയായും ചർച്ച ചെയ്യാം. ആദ്യം BJP നേതാവ് KK സുരേന്ദ്രനിലേക്ക് തന്നെ നമുക്ക് പോകാം. ശ്രീ KK സുരേന്ദ്രൻ, താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം. അതായത് ഇന്ന് ട്രെയിനിൽ വെച്ച് ഒരു സാധാരണക്കാരൻ ചോദിച്ച ചോദ്യത്തിന് ഉള്ള ഉത്തരം താങ്കൾ നൽകി വേണം ഈ ന്യൂസ് ആൻഡ് വ്യൂസ് തുടങ്ങാൻ. നിങ്ങൾ വലിയ പുള്ളികളാണല്ലോ. കേരളത്തിൽ ഒരു സീറ്റ് പോലുമില്ലാതെ O രാജഗോപാലിൻ്റേത് ഒഴിച്ചു നിർത്തിയാൽ ഇത്രയേറെ അഴിമതി താഴെ തട്ട് മുതൽ മുകളിൽ വരെ നടത്താൻ, എന്തിന് ദേശീയ കൗൺസിൽ യോഗത്തിൽ പോലും അഴിമതി നടത്താൻ പറ്റിയ പുള്ളികളാണ്. ഇവർക്ക് നാളെ അധികാരം കിട്ടിയാൽ എന്താകും സ്ഥിതി? ഇതാണ് ഒരു സാധാരണക്കാരൻ ഇന്ന് ട്രെയിനിൽ വെച്ച് ചോദിച്ചത്. ആ സാധാരണക്കാരൻ ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് കാണുന്നുണ്ടാകും. തീർച്ചയായും അദ്ദേഹത്തിന് മറുപടി പറഞ്ഞ് നമുക്ക് ചർച്ച തുടങ്ങാം. ശ്രീ KK സുരേന്ദ്രൻ. ആ സാധാരണക്കാരൻ രാജ്യത്ത് കഴിഞ്ഞ 3 വർഷമായി നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നതിന്റെ നരേന്ദ്രമോദി വിടൂ, കേരളത്തിലേക്ക് പ്ലീസ്. അദ്ദേഹം ഈ രാജ്യത്തെ പത്രദൃശ്യ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന, രാജ്യത്ത് ഗവൺമെന്റിന്റെ പദ്ധതികളെ കുറിച്ച് അറിയുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ബോധ്യം ഉണ്ടാവും കേരളത്തിലും BJP അധികാരത്തിൽ വരണമെന്ന്. ഞാൻ അജിം ഷാദ് ചോദിച്ചതിലേക്ക് വരാം. അജിം ഷാദ് പറഞ്ഞു ഈ കമ്മീഷൻ നടപടി എന്ന് പറഞ്ഞാൽ അങ്ങനെ കമ്മീഷന്റെ നടപടിയൊക്കെ BJPയുടെ ആഭ്യന്തര വിഷയമാണ്. മറ്റൊന്ന് അജിം ഷാദ് പറഞ്ഞത് രസീതി ഞങ്ങൾ അടിച്ച രസീതിയിൽ തന്നെയാണ് കോഴിക്കോട് പണപ്പിരിവ് നടത്തിയിട്ടുള്ളത്. BJP നാഷണൽ കൗൺസിലിന് വേണ്ടി ഔദ്യോഗികമായി അച്ചടിച്ച രസീതിയിൽ തന്നെയാണ് ഞങ്ങൾ അവിടെ പണപ്പിരിവ് നടത്തിയിട്ടുള്ളത്. അത് അക്കൗണ്ടബിൾ ആണ് 100%. അത് നിങ്ങളുടെ മാധ്യമ സൃഷ്ടിയാണ്. BJP ഒരു റെസീറ്റ് വെച്ച് ഇതാ വ്യാജ റെസീറ്റ് എന്ന് നിങ്ങൾ കണ്ടെത്തുന്ന രസീതാണ്. നിങ്ങൾ കാണിച്ച രസീത് ഒറിജിനൽ രസീതാണ്. മറ്റൊന്ന് MT രമേശ് ഈ വിഷയത്തിൽ എവിടെയാണ് ബന്ധപ്പെട്ടുള്ളത്? MT രമേശ് ഈ നാസർ തന്നെ പറഞ്ഞു, MT രമേശുമായി ഞാൻ സംസാരിച്ചിരുന്നു, എനിക്ക് സാധ്യമായ വിഷയമല്ല അത് എന്ന് മെഡിക്കൽ കോളേജിന്റെ ഉടമ നസീർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ കേസ് ഈ ചോർന്നവുമായി ബന്ധപ്പെട്ട് അത് ഞങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണ്. ആർക്കും ഒരു താക്കീതും നൽകിയിട്ടില്ല. ഈ വിഷയം ഒരു വ്യക്തിയുടെ വിഷയമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വിനോദ് എന്ന് പറയുന്ന വ്യക്തി ഒരു അഴിമതി നടത്തി. ആ അഴിമതി നടത്തിയതിന് അദ്ദേഹത്തിന്റെ പേരിൽ ഞങ്ങൾ നടപടിയെടുത്തു. പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. ആ പുറത്താക്കിയതിന് ശേഷം ഞങ്ങൾ ഇന്ന് വരെ ഈ സംഭവവുമായി ഉണ്ടായിട്ടുള്ള എല്ലാ വിഷയങ്ങളും കേന്ദ്ര സമിതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്.
കേന്ദ്ര സമിതിക്ക് ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കേന്ദ്രം ഫർദർ ആക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് അത് കേന്ദ്രം എന്ന രീതിയിൽ ചെയ്യും. മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ, ഭാരതീയ ജനതാ പാർട്ടി നിങ്ങൾ രമേശിനെയും മറ്റുള്ളവരെയും കൂട്ടിയണക്കുന്നത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്? രമേശിനെ ഇതിൽ വരുത്തി തീർത്ത് ഭാരതീയ ജനതാ പാർട്ടിയെ നടപടിയെടുത്തത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്? RS വിനോദിനെതിരെ നിങ്ങൾ നടപടിയെടുത്തത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ? സംസ്ഥാന പ്രസിഡന്റിന് ഒരു പരാതി ലഭിച്ചു. സംസ്ഥാന പ്രസിഡന്റിന് ഒരു പരാതി ലഭിച്ചു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി. അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടു. കോർ കമ്മിറ്റിയിലെ മുതിർന്ന നേതാക്കന്മാരുമായി അദ്ദേഹം ഈ വിഷയം ആശയവിനിമയം നടത്തി. അദ്ദേഹത്തെ പുറത്താക്കി. അതാണ് അതിന്റെ നടപടിക്രമങ്ങള്. RS വിനോദ് ഈ വിഷയത്തിൽ, മെഡിക്കൽ കോളേജ് വിഷയത്തിൽ 5,60,00,000 രൂപ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നു. ആ 5,60,00,000 രൂപ അദ്ദേഹം മറ്റൊരാൾക്ക് കൈമാറി എന്ന് പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മറ്റ് കൈപ്പറ്റിയവരും അതുമായി ബന്ധപ്പെട്ട മറ്റ് നിങ്ങൾ പറയുന്ന രാകേഷും മറ്റ് ബന്ധപ്പെട്ട രണ്ടുപേരുമുണ്ട്. ആ ശ്രീ കെ കെ സുരേന്ദ്രൻ RS വിനോദിലേക്ക് മാത്രം കാര്യങ്ങൾ ചുരുക്കുന്നത് കഷ്ടമാണ്. ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കേവലം ഒരു ജില്ലാതലത്തിനപ്പുറത്തേക്കുള്ള പ്രവർത്തനമില്ലാത്ത വിനോദിന് എങ്ങനെയാണ് മെഡിക്കൽ കൗൺസിലിന്റെ പേരിൽ അംഗീകാരം മേടിച്ചു കൊടുക്കാനായി കോടികൾ കൈപ്പറ്റാനാകുന്നത്? ജനങ്ങളെ വിഡ്ഢികളാക്കരുത് ശ്രീ കെ കെ സുരേന്ദ്രൻ. ഇവിടെയാണ് നിങ്ങൾ RS വിനോദിനെ ബലിയാടാക്കുകയാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ഇപ്പൊ മഹത്വവൽക്കരിച്ചുകൊണ്ട് കുറ്റക്കാരനായി ഞങ്ങൾ കണ്ട എന്ന് നിങ്ങൾ കണ്ടു. ഈ റിപ്പോർട്ട് ശ്രീ കെ കെ സുരേന്ദ്രൻ ഇടപെടുന്നതിൽ ക്ഷമിക്കുക, താങ്കളുടെ പ്രതികരണം സമഗ്രമാകാൻ വേണ്ടി മാത്രമാണ് ഇടപെടുന്നത്. അതായത് ഈ RS വിനോദിനെതിരെ നിങ്ങൾ എപ്പോൾ നടപടിയെടുത്തു? നസീറിന്റെയും ശ്രീശന്റെയും ആ കമ്മീഷൻ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ചോർന്ന് കിട്ടി വിവാദമായതിനു ശേഷം ആദ്യഘട്ടത്തിൽ മുതിർന്ന നേതാക്കന്മാരൊന്നും ഫോണിൽ പോലും പ്രതികരിക്കാതെ മാളത്തിൽ ഒളിവിൽ പോയ നിമിഷം, അതിനുശേഷം നിങ്ങൾ ആലോചിച്ചെടുത്ത തീരുമാനമാണ് RS വിനോദ് എന്ന ബലിയാട്. പറയൂ ജനങ്ങളോട് ഉത്തരം. അല്ല, ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട കുമ്മനം രാജശേഖരന് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ലഭിച്ചു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുമ്മനം രാജശേഖരൻ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിച്ചു. ആ അന്വേഷണം നടത്തി അദ്ദേഹത്തിന് റിപ്പോർട്ട് ലഭിച്ചു. ആ റിപ്പോർട്ട് ലഭിച്ച സമയത്താണ് നിങ്ങളുടെ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് വരുന്നത്. അപ്പൊ ആ സമയത്ത് അതിന് കോർ കമ്മിറ്റി കൂടി തീരുമാനിക്കാമെന്ന് വെച്ച വിഷയമായിരുന്നു. അതിനിടയ്ക്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത സമയത്ത് കോർ കമ്മിറ്റി അംഗങ്ങളുമായി ആശയവിനിമയം നടത്തി അദ്ദേഹത്തെ പുറത്താക്കി. ഇത്രേ സംഭവം ഉണ്ടായിട്ടുള്ളൂ. ഞാൻ മറ്റൊന്ന് ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഴിമതിയെ കുറിച്ച് നിങ്ങൾ ആലോചിക്കൂ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ വമ്പൻ അഴിമതിയെ കുറിച്ച് ശ്രീ കെ കെ സുരേന്ദ്രൻ, താങ്കൾ വളരെ നല്ല വ്യക്തിയും വളരെ ക്രെഡിബിളായ BJP നേതാവുമാണ്. ശോഭാ സുരേന്ദ്രൻ, കെ കെ സുരേന്ദ്രൻ, ശ്രീധരൻ പിള്ള, അങ്ങനെ ഒരു പിടി നേതാക്കന്മാരുണ്ട്. അവർക്കൊന്നും കള്ളം നല്ല രീതിയിൽ പറയാൻ അറിഞ്ഞുകൂടാ. ഇന്ന് വാർത്താ സമ്മേളനം നടത്തുന്ന ഘട്ടത്തിലും അവരുടെ ശരീരഭാഷ ശ്രദ്ധിച്ചാൽ അറിയാം. ശ്രീ കെ കെ സുരേന്ദ്രൻ, എനിക്കൊരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഈ വിനോദിനെ കുറിച്ച് രാമൻ പിള്ളയെ ഓർമ്മയുണ്ടല്ലോ, ഒരു മുതിർന്ന BJP നേതാവ്, പഴയ നേതാവ് രാമൻ പിള്ള, അദ്ദേഹത്തിനെതിരെ ആ കാലത്ത് നടപടിയെടുത്തിട്ടില്ലേ RS വിനോദിനെതിരെ? അവിടെ അജിംഷാദ് ഒരു വസ്തുതാപരമായ തെറ്റുണ്ട്. രാമൻപിള്ള സാർ അല്ല നടപടിയെടുത്ത്, ശ്രീധരൻപിള്ള സാറാണ്. ശ്രീധരൻപിള്ള സാർ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചു. അദ്ദേഹം പിന്നീട് നന്നായി വന്ന സമയത്ത് അദ്ദേഹത്തെ പാർട്ടിയിൽ തിരിച്ചെടുത്തു. പക്ഷെ അദ്ദേഹം ഒരിക്കലും നന്നാകില്ല എന്ന് ഇപ്പൊ ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പുറത്താക്കി. മനുഷ്യനെ എല്ലാ കാലത്തും കുറ്റവാളിയായിട്ട് കാണാൻ നമുക്ക് കഴിയില്ലല്ലോ. അവനെ കുറ്റം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പുറത്താക്കി. പിന്നീട് അവൻ നന്നായി പാർട്ടിയിലേക്ക് തിരിച്ചു വന്നു. പിന്നീടും കൊള്ളരുതാത്തവനായി മാറിയ സമയത്ത് അദ്ദേഹത്തെ പുറത്താക്കി. അത്രയേ ഉള്ളൂ. അവിടെ തീർന്നു കാര്യങ്ങൾ.
അവിടെ തീർന്നു കാര്യങ്ങൾ. ഫുൾ സ്റ്റോപ്പ് ഇടാമോ? അവിടെ ഞങ്ങൾ കുറ്റം ചെയ്ത് ഒരുത്തനെ പുറത്താക്കി. കുറ്റം ചെയ്ത ഒരുത്തനെ ഞങ്ങൾ പുറത്താക്കി. ഇവിടെ കുറ്റം ചെയ്ത ഒരുത്തനെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോൺഗ്രസിന്റെ സമീപനമല്ല ഞങ്ങൾ സ്വീകരിച്ചത്. കുറ്റം ചെയ്തവനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന നിലപാടോ, കുറ്റം ചെയ്തവരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന ഇന്നും നമ്മൾ ചർച്ച ചെയ്യാനിരിക്കുന്ന വിൻസെന്റിനെ പോലുള്ള ആളുകളെ സംരക്ഷിക്കുന്ന ശ്രീ കെ സുരേന്ദ്രൻ, ബംഗാരു ലക്ഷ്മൺ എന്ന് പറയുന്ന ഒരു നേതാവ് നിങ്ങൾക്ക് ദേശീയ തലത്തിൽ ഉണ്ടായിരുന്നു. കോഴ വാങ്ങിച്ചത്, ടെഹൽക്ക പുറത്തു കൊണ്ടുവന്നത്, അതിനുശേഷം നടന്ന ശവപ്പെട്ടി കുംഭകോണം, പിന്നീട് അതിനു മുമ്പ് നടന്ന പലതരത്തിലുള്ള കുംഭകോണങ്ങളും, പെട്രോൾ പമ്പ് വിവാദം കേരളത്തിലേക്ക് എത്തിയാൽ പെട്രോൾ പമ്പ് രക്തസാക്ഷികൾക്കായി അനുവദിച്ച പെട്രോൾ പമ്പിൽ നടത്തിയ ക്രമക്കേടുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ വാങ്ങുന്നതും കൊടുക്കുന്നതുമായ വ്യക്തിയിൽ മാത്രം അഴിമതി ഒതുങ്ങുന്ന വിഷയം BJP അഴിമതിയിൽ പെടുമ്പോൾ മാത്രമേ കാണുന്നുള്ളൂ ശ്രീ കെ സുരേന്ദ്രൻ. അതൊരു അത്ഭുതമാണ്. അജിംഷാദെ, പെട്രോൾ പമ്പ് വിവാദവും അതുപോലെ തന്നെ ശവപ്പെട്ടി കുംഭകോണൊക്കെ നമ്മുടെ രാജ്യത്ത് അന്വേഷിച്ച് അതിന് തെളിവില്ല, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് വന്നിട്ടുള്ളതാണ്. മറ്റൊന്ന്, ഇവിടെ ബംഗാരു ലക്ഷ്മണുമായി ബന്ധപ്പെട്ട 1 ലക്ഷം രൂപ വാങ്ങിയ സംഭവം, ആ 1 ലക്ഷം രൂപ അഖിലേന്ത്യാ അധ്യക്ഷൻ വാങ്ങിയ സംഭവത്തിൽ BJP ആ അഖിലേന്ത്യാ അധ്യക്ഷനെ പദവിയിൽ നിന്ന് നീക്കി. ഒരു നിയമസഹായം പോലും ഈ പാർട്ടി അദ്ദേഹത്തിന് നൽകിയില്ല. നിയമസഹായം പോലും നൽകാതെ അദ്ദേഹം ജയിലിൽ പോകേണ്ടി വന്നു. അതാണ് ഭാരതീയ ജനതാ പാർട്ടി. അഖിലേന്ത്യാ അധ്യക്ഷനായ സാധാരണ പ്രവർത്തകനായാലും അതാണ് ഭാരതീയ ജനതാ പാർട്ടി. മറിച്ച് ഞാനൊന്ന് ചോദിക്കട്ടെ ശ്രീ കെ സുരേന്ദ്രൻ, ബംഗാരു ലക്ഷ്മണനെതിരെ മാത്രം നടപടിയെടുത്ത് നീങ്ങിയതിന്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. അത് താങ്കൾക്കും അറിയാം, ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകര് നിരീക്ഷിച്ചതുമാണ്. അതവിടെ നിൽക്കട്ടെ, വിഷയം മാറിപ്പോവും. ശ്രീ ബംഗാരു ലക്ഷ്മണൻ അന്ന് പൈസ വാങ്ങിയതും ഇന്ന് ശ്രീ RS വിനോദ് പൈസ വാങ്ങിയതും ഇന്ന എടുത്ത് ഇന്ന ആളുടെ മകൻ വിനോദ് ഇന്ന് ഇത്ര രൂപ കൊണ്ട് കൊടുത്തേക്കാം എന്നായിരുന്നോ ഷാജി പറഞ്ഞു കൊണ്ട് കൊടുത്തത്? അവിടെ RS വിനോദിൽ നിൽക്കുന്നതല്ല, ദില്ലി വരെ കണക്ട് ചെയ്യുന്ന ആ രാഷ്ട്രീയ സ്വാധീനമാണ് അവിടെ വിഷയം. ധാർമ്മികമായും അല്ലാതെയും നിങ്ങൾക്ക് ഉത്തരമുണ്ട്. താങ്കൾ പറയുന്നത് ശരിയാണെങ്കിൽ പോലും. അജിംഷാദ് പറയൂ. അജിംഷാദ്, ഈ ദില്ലി വരെ പോകുന്നത് ആരിലേക്കാ? ദില്ലി വരെ പോകുന്നത് കോൺഗ്രസ്സുകാരനായ സതീഷ് നായരിലേക്കാണ്. കൊള്ളാം. കോൺഗ്രസ്സുകാരനായ സതീഷ് നായരിലേക്കാണ് പോകുന്നത്. സതീഷ് നായരെ ഞങ്ങൾ കൂട്ടും. സതീഷ് നായരെ ഹവാല വഴി പണം എത്തിയിട്ടുണ്ടെങ്കിൽ രാജ്യത്തൊരു നിയമമുണ്ടെങ്കിൽ ഹവാല ഇടപാട്. ശ്രീ കെ സുരേന്ദ്രൻ, അതായത് ഈ സതീഷ് നായർ എന്ന കോൺഗ്രസ്സുകാരനുമായി MT രമേശും RS ബാബുവും മറ്റുള്ളവരും ഒക്കെ എങ്ങനെയാണ് ബന്ധപ്പെട്ടത് ഈ അഴിമതി നടത്താൻ? അഴിമതി സാർവത്രികമാണോ? കക്ഷി രാഷ്ട്രീയത്തിന് അതീതം? MT രമേശിന് ഇതിൽ എന്ത് ബന്ധം? അത് നിങ്ങൾ പറയുന്നല്ലേ. അന്വേഷണം നടക്കട്ടെ. നാട് അംഗീകരിച്ച ഒരു ഏജൻസി ഉണ്ട്. നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നം മാത്രമല്ലല്ലോ ഇത്. തീർച്ചയായും വരാം. ശ്രീ VK മധു, അതായത് അഴിമതി എന്ന ഒരു പ്രതിഭാസം ഒരുപക്ഷെ പല ഘട്ടങ്ങളിൽ നാം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരധികാരവും BJPക്ക് കേരളത്തിൽ നേടാനായിട്ടില്ല. ഏതാണ്ട് പഞ്ചായത്തുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സാന്നിധ്യങ്ങൾ, പിന്നീട് രാജഗോപാൽ എന്ന വ്യക്തിയിലൂടെ ഒരു മണ്ഡലം എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക്. പക്ഷേ 7 ജില്ലാ കമ്മിറ്റികളുടെ സാമ്പത്തിക ക്രമക്കേട് 1. 2 ദേശീയ കൗൺസിൽ, അതായത് അമിത്ഷായും മോഡിയും ഒക്കെ വരുന്ന മഞ്ജു വാര്യർ അടക്കമുള്ളവരെ കൊണ്ടുവന്ന് കലാപരിപാടികൾ നടത്തുന്നു. അങ്ങനെ മുഖ്യധാരയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ വലിയ ചടങ്ങുകൾ അതൊക്കെ നടത്തിക്കൂടിയ ആ കൗൺസിൽ താങ്കൾ ഓർക്കുന്നുണ്ടാകും. അതിൻ്റെ പേരിൽ നടത്തിയ അഴിമതി അതൊക്കെ ആരോപണമാണെന്ന് പറഞ്ഞ് കെ സുരേന്ദ്രനെ പോലെ ഒരു നേതാവ് പറയുന്നു. ശരി, പക്ഷേ ഇത് അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ കണ്ടെത്തിയ കാര്യങ്ങൾ പുറത്തെത്തിയതുകൊണ്ട് മാത്രം പുറം ലോകം അറിയുകയും ചർച്ച ചെയ്യുകയും ചെയ്ത കാര്യമാണ്. ഇത് RS വിനോദിൽ മാത്രം ഒതുങ്ങുന്നതാണോ? അത് തന്നെയാണ് കേരളീയ സമൂഹം ഏറ്റവും ഗൗരവമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം. അതാണ് ഒരു പ്രധാനപ്പെട്ട അധികാര കേന്ദ്രങ്ങളുമില്ലാത്ത BJPയുടെ നേതാക്കന്മാർ ഇത്തരത്തിൽ വ്യാപകമായി അഴിമതി നടത്തുന്നുണ്ടെങ്കിൽ
ഇവരേതെങ്കിലും അധികാര സ്ഥാനത്തെത്തിയാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ് കേരളീയ സമൂഹം ഇന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പം മെഡിക്കൽ കോളേജ് അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നം പുറത്തു വന്നത് എങ്ങനെയാണ്? ഇത് ഏതെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പുറത്തു കൊണ്ടുവന്നതാണോ? ഏതെങ്കിലും മീഡിയ പുറത്തു കൊണ്ടുവന്നതാണോ? ഇത് ബി ജെ പി തന്നെ ലഭിച്ച ബി ജെ പിക്കകത്ത് ഉയർന്നു വന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ബി ജെ പി അന്വേഷണം നടത്തി ബി ജെ പി കണ്ടുപിടിച്ച് ബി ജെ പി നിന്ന് പുറത്തായ വാർത്തയാണ്. ഞങ്ങളാരും കണ്ടുപിടിച്ചതല്ല, കേരളത്തിലെ ഒരു മാധ്യമവും കണ്ടുപിടിച്ചതല്ല, കേരളീയ സമൂഹം ചർച്ച ചെയ്തതല്ല. ഇത് ബി ജെ പി തന്നെ കണ്ടുപിടിച്ച കൊണ്ടുവന്ന ഒരു അഴിമതിയാണ് ഇപ്പോൾ വളരെ വ്യക്തമായി പുറത്തു വന്നിരിക്കുന്നത്. ഇത് RS വിനോദ് എന്ന് പറയുന്ന ഒരു ചെറിയ പരൽമീനിൽ ഒതുങ്ങി നിൽക്കുന്ന പ്രശ്നമാണോ? RS വിനോദ് വിചാരിച്ചാൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ നിന്ന് ഇത്തരത്തിലുള്ള അനുമതി നേടിയെടുക്കാൻ എങ്ങനെയാണ് സാധിക്കുക? RS വിനോദ് വ്യക്തിയാണ്, വ്യക്തി നടത്തിയ അഴിമതിയുടെ പേരിൽ പേരിൽ നടപടി സ്വീകരിച്ചു എന്ന് പറയുന്നത് എത്ര ബാലിശമായ വാദമാണ്. വ്യക്തി അഴിമതി നടത്തുന്നത് എങ്ങനെയാണ്? വ്യക്തി അഴിമതി നടത്തുന്നത് ഒരു അധികാര കേന്ദ്രത്തിന് വേണ്ടിയിട്ടാണ്. അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും അവിഹിതമായി കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോഴ വാങ്ങുന്നത്. കോഴ വാങ്ങുന്നത് എല്ലാം വ്യക്തികളാണ്. പക്ഷേ ആ അധികാര കേന്ദ്രമാണ് പ്രശ്നം. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ നിന്ന് 70 മെഡിക്കൽ കോളേജുകൾക്ക് അനുമതി നിഷേധിച്ചു ആദ്യം. പിന്നെ ലോധ കമ്മീഷന്റെ പുറംവാതിലൂടെ ഞാൻ സംസാരിക്കട്ടെ ലോധ കമ്മീഷൻ സ്വാധീനിച്ച് പുറംവാതിലൂടെ അനുമതി നേടി. ഓരോ മെഡിക്കൽ കോളേജിനും 10 കോടി രൂപ വെച്ച് ലേലം വിളിച്ചു. ഒരു മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ മാത്രം തീരുന്ന പ്രശ്നമല്ല, ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന പ്രശ്നമല്ല. ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന പ്രശ്നമല്ല, ഇത് ദേശീയ തലത്തിൽ നടന്ന ഒരു വലിയ അഴിമതിയുടെ ഒരു ചെറിയ കാര്യമാണ്. നേടിയെടുക്കാൻ കഴിഞ്ഞു. അതിനുള്ള ശ്രമം നടക്കുന്നതിനിടയിലാണല്ലോ ഈ വാർത്തകളും വിവാദങ്ങളും പുറത്തു വന്നത്. അത് ഇപ്പോ അത് ന്യായമായൊരു ചോദ്യമൊന്നുമല്ല. ഞങ്ങൾ കോഴ വാങ്ങിയിട്ട് ഏതെങ്കിലും കാര്യം സാധിച്ചു കൊടുത്തിട്ടുണ്ടോ, ഖജനാവിന് നഷ്ടമുണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം കേരളീയ സമൂഹത്തിന് നല്ലതുപോലെ മനസ്സിലാവുന്നതാണ്. യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാ കോഴ വാങ്ങിയേ? ഇപ്പൊ ഒരു കാര്യം ബി ജെ പി സമ്മതിക്കുന്നുണ്ടല്ലോ, RS വിനോദ് എന്ന് പറയുന്ന ആൾ കോഴ വാങ്ങി. ചോദ്യം ഇതാണ്. ചോദ്യം അതല്ല. RS വിനോദ് എന്ന് പറയുന്ന വ്യക്തി കോഴ വാങ്ങി. അദ്ദേഹം ബി ജെ പിക്കാരനായിരുന്നു. അദ്ദേഹത്തെ പുറത്താക്കി. ഞാൻ ചോദിക്കട്ടെ, RS വിനോദ് കോഴ വാങ്ങി മുമ്പ് ഇതേപോലെ അവിശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിൽ അദ്ദേഹത്തെ പുറത്താക്കി. ഇപ്പൊ കോഴ വാങ്ങി എന്നുള്ളത് സത്യമാണ്. അപ്പൊ കോഴ ഇടപാട് നടന്നു എന്നുള്ളത് സത്യമാണ്. ആ കോഴ വാങ്ങിയത് ഒരു മെഡിക്കൽ കോളേജിന് അനുമതിക്ക് വേണ്ടിയിട്ടാണ്. ആ അനുമതി കിട്ടേണ്ടത് കേരളത്തിലല്ല, അത് ബി ജെ പിയുടെ സംസ്ഥാന കൗൺസിൽ യോഗത്തിലല്ല കൊടുക്കേണ്ടത്, സംസ്ഥാന അധ്യക്ഷനല്ല അനുമതി കൊടുക്കേണ്ടത്, അത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയാണ് കൊടുക്കേണ്ടത്. ആ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയെ ഇന്ന് സ്വാധീനിക്കാനും നിയന്ത്രിക്കാനും കഴിയുന്ന കേന്ദ്രങ്ങളിലേക്കാണ് ഈ അഴിമതി ചെന്നെത്തുന്നത്. അതൊരു RS വിനോദിൽ ഒതുങ്ങി നിൽക്കുന്ന പ്രശ്നമല്ല, ഇത് വ്യക്തിപരമായ പ്രശ്നമല്ല. താങ്കളോട് ചോദിക്കുന്നത് ആ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ ഇല്ലേ? മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള വിഷയമൊക്കെ പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. അത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾ ശ്രീ കെ സുരേന്ദ്രൻ എന്തർത്ഥത്തിലാണ് വിനോദിന് പൈസ കൊടുത്തതെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇന്ന് ശ്രീധരൻ പിള്ള വാർത്താ സമ്മേളനം നടത്തി, താങ്കളും പറയൂ, എന്തർത്ഥത്തിലാണ് RS വിനോദ് എന്ന BJP നേതാവിന് അവർ പൈസ കൊടുത്തത്? അതിന് ആ ഉത്തരം താങ്കൾ പറയൂ. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ പിന്നീട് പോകാം. അജിംഷാദ് ഷാജി എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹത്തിന് പണം കൈമാറുന്നു. RS വിനോദിന്റെ സൗന്ദര്യം കണ്ട് ഇദ്ദേഹം അത് സതീഷ് നായരെ ഏൽപ്പിക്കുന്നു. RS വിനോദിന്റെ സൗന്ദര്യം കണ്ട് RS വിനോദിന് പൈസ ഇവിടെ ഷാജിയോടാ ചോദിക്കേണ്ടത്, കൊടുത്ത ഷാജിയോടാ ചോദിക്കേണ്ടത്. ഷാജി ആരാണെന്ന് അറിയാമല്ലോ. നിങ്ങളുടെ BDJS നേതാവിന്റെ സഹോദരി പുത്രനാണ്, അറിവ് ശരിയാണെങ്കിൽ. അല്ല അതെ ഈ സഹോദരി പുത്രി തന്നെയാണ്, അതിലൊന്നും തർക്കമില്ല. ഇവിടെ ഞാൻ പറയുന്നത് ഷാജി ഈ ബന്ധപ്പെട്ട വിനോദിനോട് പറയുന്നു ഇൻസ്പെക്ഷന് വരുന്ന സമയത്ത് ഞങ്ങളെ അറിയിക്കണം. അപ്പൊ ഷാജി പറയുന്നു ഞങ്ങൾ അറിയിക്കാം. എന്നാ വരിക എന്ന് ഷാജി ചോദിക്കുന്നു. 1 മാസം കഴിയും വരാൻ. ഷാജിയോട് പറയുന്നു
2-3 ദിവസം കഴിഞ്ഞ് ഇൻസ്പെക്ഷൻ ആളുകൾ എത്തുന്നു. അപ്പൊ ഇൻസ്പെക്ഷന് വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് ഇവർ സംഘടിപ്പിക്കാറുണ്ടല്ലോ. അത് സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് ഇൻസ്പെക്ഷൻ നേരത്തെ അറിയിക്കണം എന്ന് പറഞ്ഞത്. അപ്പോഴാണ് ഷാജി വഞ്ചിക്കപ്പെട്ടു എന്ന് ഷാജി മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് ഷാജി പണം തിരിച്ചു ചോദിക്കുന്നത്. കാരണം അപ്പോഴാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അഴിമതിയാണെന്ന് ഷാജിക്ക് ബോധ്യപ്പെടുന്നത്. ഷാജിയും ഈ വിനോദും തമ്മിലുള്ള ഒരു ഇടപാടാണ്. ആ ഇടപാടിനെ എന്തിനാണ് ഭാരതീയ ജനതാ പാർട്ടി അതിലേക്ക് വലിച്ചഴക്കുന്നത്? നിങ്ങൾ ഷാജിയുടെ വിഷയം ചർച്ച ചെയ്യാം, വിനോദിന്റെ വിഷയം ചർച്ച ചെയ്യാം, അഴിമതിയുടെ വിഷയം ചർച്ച ചെയ്യാം, സ്വാഗതാർഹമാണ്. ഏത് രാഷ്ട്രീയ നേതാവും ഏത് സാമൂഹ്യ പ്രവർത്തനം അഴിമതിയെ കണ്ടെത്താനുള്ള ചർച്ച നടത്തണം, അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്തണം. അതിനെ ഞങ്ങൾ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ RS വിനോദിനെതിരെ എന്തിനാ നടപടിയെടുത്തതെന്ന് ശ്രീ VK മധു ചോദിക്കുന്നു. അഴിമതി നടത്തി അതല്ലേ പറഞ്ഞത്? അത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തല്ലോ. RS വിനോദ് ഇദ്ദേഹത്തിന്റെ പണം വാങ്ങി. നല്ല തിരക്കഥയാണ്, നല്ല തിരക്കഥയാണ്, വ്യക്തമാണ്. ശ്രീ GV ഹരി, ഈ സതീഷ് നായർ എന്ന വ്യക്തി കഥയും തിരക്കഥയും സൃഷ്ടിക്കുന്നത് തീർച്ചയായും ശ്രീ GV ഹരി, അതായത് കോൺഗ്രസിലേക്കും ആരോപണം ശ്രീ KK സുരേന്ദ്രൻ ചെയ്തു. നേരത്തെ തന്നെ ഉള്ളതാണ്, അദ്ദേഹം അത് ആവർത്തിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. BJPയുടെ പല നേതാക്കന്മാരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. സതീഷ് നായർ ഒരു കോൺഗ്രസ് പശ്ചാത്തലമുള്ള ആളാണ്. പക്ഷേ BJPയോട് അധികാരത്തിൽ വന്നിട്ടും പുള്ളി ഡൽഹിയിൽ തന്നെയാണ്. ആ അധികാര ശൃംഖം മാറുന്നില്ല എന്നുള്ളതാണ് അതിലേറ്റവും വലിയ മിടുക്ക് സതീഷ് നായരുടേത്. അങ്ങനെയാണെങ്കിൽ ഈ RS വിനോദും സതീഷ് നായരും തമ്മിലുള്ള കേവലമായ ഒരു കുടുംബകാര്യം എന്നതിനപ്പുറത്തേക്ക് ഈ അഴിമതിക്ക് എന്തെങ്കിലും മാനമുണ്ടോ? ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട അത്ഭുതത്തോടെ ഇരിക്കുകയാണ്. അതായത് ഒരു രാജ്യത്ത് ആദ്യമായി പൈസ വാങ്ങിച്ചയാളും ഡൽഹിയിൽ പൈസ കിട്ടിയ ആളും ഞങ്ങളിത് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. നല്ല കാര്യം, അതൊക്കെ നല്ല കാര്യം. വാങ്ങിച്ചപ്പോൾ വാങ്ങിച്ചു എന്ന് പറയാനുള്ളൊരു തൻ്റെ ഇടം കാണിച്ചു, നല്ല കാര്യം. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത്, രാജ്യത്ത് 3 വർഷക്കാലമായി നോട്ടൊക്കെ നിരോധിച്ച് എല്ലാം ഇലക്ട്രോണിക് ട്രാൻസാക്ഷനിലൂടെ ആകണം എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഈ 5 കോടി 60 ലക്ഷം രൂപ ഡൽഹിയിൽ എത്തിച്ചത് എങ്ങനെയാണ് എന്ന് ജനങ്ങളോട് പറയാൻ അവർക്കൊരു ബാധ്യതയുണ്ട്. ഈ പുറത്തായ ആള്, ഇവർ പുറത്താക്കിയ വിനോദ് അടക്കമുള്ള ആളുകൾ ഇതെങ്ങനെ ഡൽഹിയിൽ എത്തിച്ചു എന്നുള്ളത് അറിയാൻ മോഡിയുടെ പരാജയം. അതാണ് അവിടെയാണ് ഇവര് തന്നെ ഇവരുടെ പാർട്ടിയെ പരാജയപ്പെടുത്താൻ ഈ രാജ്യത്ത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ സംസ്ഥാന കമ്മിറ്റി മൊത്തം ഇദ്ദേഹം ഈ കേന്ദ്ര കമ്മിറ്റി പിരിച്ചുവിടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ രാജ്യത്തിന്റെ BJPക്ക് ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു പ്രതിച്ഛായ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രതിച്ഛായ ഇതോടുകൂടി അവസാനിച്ചു എന്നുള്ളതാണ്. ഇനി അവരെല്ലാവരും, സതീഷ് നായർ മാത്രമല്ല, പല ആളുകളും ഇനി കോൺഗ്രസ്സുകാരാണെന്ന് പറഞ്ഞ് മുഖം രക്ഷിക്കാനുള്ള ശ്രമം BJPയുടെ ഭാഗത്തുണ്ടാവുന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അജിംഷാദെ, എനിക്ക് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഇതൊരു ചെറിയ പ്രശ്നമായി നമ്മൾ കാണരുത്. നമ്മൾ അന്വേഷിക്കേണ്ടത്, നേരത്തെ ഇവിടെ ശ്രീ VK മധു അടക്കം സൂചിപ്പിച്ചതുപോലെ, ഈ RS വിനോദിനെയൊക്കെ കണ്ട് ഈ 5 കോടി 60 ലക്ഷം രൂപയൊക്കെ കൊടുക്കുമെന്നൊക്കെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഇത് ഒരു മെഡിക്കൽ കോളേജിന്റെ കാര്യമാണ്. ഈ MT രമേശിനെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുള്ള ആരോപണം, ഞാൻ ആ ആരോപണം എന്നേ പറയുന്നുള്ളൂ. ആ ആരോപണം എന്ന് പറയുന്നത് മറ്റൊരു മെഡിക്കൽ കോളേജ് അനുവദിച്ചു കഴിഞ്ഞതിന്റെ ആരോപണമാണ്. അപ്പൊ ഇത്തരത്തിൽ വളരെ പ്രശസ്തരായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മുകൾ തട്ടിൽ നിൽക്കുന്ന ആളുകളെ കണ്ടല്ലാതെ 5 കോടി 6 കോടിയൊന്നും കൊടുക്കാൻ കേരളത്തിൽ ഒരു മലയാളി തറയാം, പ്രത്യേകിച്ച് ഷാജിയെ പോലുള്ള ആളുകളൊക്കെ അതിന് തയ്യാറാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അരിയാഹാരം കഴിക്കുന്ന കേരളത്തിൽ ഒരു മലയാളി നേതാവിന്റെ അതാണ് ഇവരുടെ തന്നെ ഘടകകക്ഷിയായിട്ടുള്ള BDS നേതാവിന്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ് ശ്രീ ഷാജി. നേരത്തെ അജിംഷാദ് പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരാൾ ഇവർക്ക് ഈ RS വിനോദിനെ കണ്ടുകൊണ്ട് ഈ പണം കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്ര നേതൃത്വത്തിന് ഇതിനകത്ത് കാര്യമായ പങ്കുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? കാരണം കേന്ദ്ര നേതൃത്വത്തിന് ഇത്, ഞാൻ നേരത്തെ ഇവിടെ ശ്രീ VK മധു സൂചിപ്പിച്ച പോലെ, ഇത് മെഡിക്കൽ കോളേജിൽ അനുവദിക്കാനായി 10-70 മെഡിക്കൽ കോളേജ്, ആ മെഡിക്കൽ കോളേജുകൾ പലതും നേരത്തെ പരിശോധിച്ചപ്പോൾ അതിലൊന്നും അംഗീകാരം കൊടുക്കാൻ കഴിയാത്തത്ര ഒരു അടിസ്ഥാന സൗകര്യവും ഇല്ലാത്തവയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനും മുകളിൽ ഒരു സംവിധാനം കൊണ്ടുവന്നു, ഒരു കമ്മിറ്റി കൊണ്ടുവന്നിട്ട് ആ കമ്മിറ്റിയാണ് ഇത് ശുപാർശ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മനഃപൂർവ്വമായി ഈ പറയുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി സാമ്പത്തികമായി പണം സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞത്. അതിൻ്റെ അത് അറിയാവുന്ന സംസ്ഥാന നേതാക്കന്മാരെന്ത് ചെയ്തു? വ്യക്തിപരമായി തന്നെ ഇവിടെ ദേശീയ കൗൺസിൽ അവരോട് നടന്നപ്പോൾ അവരുടേതായ രീതിയിൽ അവരിപ്പം പൈസയും സ്വന്തമായിട്ട് അടിക്കുന്നുണ്ട്, രസീതും സ്വന്തമായിട്ട് അടിക്കുന്നുണ്ട്, എല്ലാം സ്വന്തമായി അടിച്ചുകൊണ്ടിരിക്കുകയാണ് BJP കേരളത്തിൽ. 2000-ൻ്റെയും 500-ൻ്റെയും ഒക്കെ നോട്ട് സ്വന്തമായി അടിക്കുന്നു, രസീതി സ്വന്തമായി അടിക്കുന്നു. അജ്മിഷാദെ, ഈ
ഇത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 3 വർഷത്തെ BJP-യുടെ അവരുടെ അഹങ്കാരത്തിനേറ്റ വലിയ തിരിച്ചടിയാണ്. ശ്രീ VK മധു സൂചിപ്പിച്ചതുപോലെ ഞാൻ അത് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതാരും കൊണ്ടുവന്നാലും ഞാൻ ചോദിക്കട്ടെ, ഇവരിത് പുറത്ത് വിട്ടില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇതിൻ്റെ അവസ്ഥ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളെപ്പോലെ ഈ പറഞ്ഞതുപോലെ ഈ പല ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ചെയ്യാൻ അഴിമതി കഥകൾ ഒരുപാടുണ്ട്. അത് വളരെ സമർത്ഥമായി ചെയ്യാൻ അറിയാവുന്നതാണ്. ഇതിന് GST-യുടെ കഥ പരിശോധിച്ച് നോക്കാം. ഈ GST കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ, ഈ നോട്ട് നിരോധനം കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ ഓരോന്നും ഞാൻ ഏറ്റവും അവസാനമായി മനസ്സിലാക്കുന്നത് ഇടുക്കിയിൽ ഏലവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ലേലം ആ ഒരു കേന്ദ്രം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് CPM-ന്റെ കൊടുത്തു എന്നാണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം. അതെനിക്കറിയൂടാ, അത് ശ്രീ VK മധു പറയുമായിരിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള ഒരാൾ 10 ലക്ഷം രൂപ ഈ CJP-യുടെ നേതാവിന് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെയും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും സംഗതി കൊഴുക്കുകയാണ്. ഇത് IB അടക്കം, ഞാൻ മനസ്സിലാക്കുന്നത് ഇന്റലിജൻസ് ബ്യൂറോ അടക്കം, കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ അടക്കം, വിജിലൻസ് അടക്കം, ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായപ്പോൾ തന്നെ അതൊരു പൊതു കാര്യമാണെന്ന് കണ്ടുകൊണ്ട്, അതൊരു സ്വകാര്യ പ്രശ്നമല്ല, ഒരു പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമല്ല എന്ന് കണ്ടുകൊണ്ട് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായതിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അത് സത്യസന്ധമായ കാര്യം. ഇത് പൊതുജനങ്ങളുടെ പൈസയാണ്. ഈ 5,60,00,000 ഷാജി കൊടുത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മെഡിക്കൽ കോളേജൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ആരെന്നാ തിരിച്ചു പിടിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് ഈ BJP-ക്ക് ഒരുപാട് വേർക്കേണ്ടി വരും ഈ കാര്യത്തിൽ. അദ്ദേഹത്തിലെ ശ്രീ KK സുരേന്ദ്രനെ പോലുള്ള ആളുകളെ എന്ന് ഞാൻ കുറ്റപ്പെടുന്നത്. അദ്ദേഹം വളരെ നേരത്തെ അജിം ഷാദ് പറഞ്ഞതുപോലെ വളരെ നല്ല രീതിയിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ ബോഡി ലാംഗ്വേജ് എൻ്റെ തന്നെ അറിയാം. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിനൊന്നും പറഞ്ഞ് ഒപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരത്തിലെ ആളുകളെ ദയവായി രാജ്യത്തിൻ്റെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും തകർക്കുന്ന പരിപാടികളുമായി ബന്ധപ്പെട്ട് BJP മുന്നോട്ട് പോകരുതെന്നാണ് കോൺഗ്രസ്. സതീഷ് നായരുമായിട്ട് ഞങ്ങൾക്കൊന്നും ഒരു ബന്ധവുമില്ല. ഇനി ഓരോരുത്തരെയായിട്ട് നിങ്ങൾ ഞങ്ങളുടെ ആളുകളാണ് എന്ന് പറയാൻ തയ്യാറാകരുത്. അത് തുറന്നു പറഞ്ഞ് ഈ വലിയ വലിയ ആളുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാർ, പ്രധാനപ്പെട്ട ആളുകൾ കണ്ടെത്തി അവരെ പുറത്താക്കാൻ തയ്യാറാകണം. അത് ഒരു രാഷ്ട്രീയത്തിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഭൂഷണമല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഏലം, കുരുമുളക്, റബ്ബർ എന്നൊക്കെ തുടങ്ങി താങ്കൾ വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കാന്നല്ലാതെ ഞാൻ ഉന്നയിച്ച ആരോപണമല്ല. ശ്രീ KK സുരേന്ദ്രൻ നമുക്ക് ചർച്ച ചെയ്യാം. എന്തുകൊണ്ട് നോട്ടടിക്കാൻ ഉള്ള മെഷീൻ വീട്ടിൽ സൂക്ഷിച്ച് നോട്ടടിക്കുന്നതടക്കം എന്തുകൊണ്ട് ഇങ്ങനെ ക്രിമിനൽസുകൾ BJP വിട്ടൊഴിയുന്നില്ല എന്നതൊന്ന്. 2, AK നസീർ എന്ന കമ്മീഷൻ അംഗത്തിനെതിരെ എന്തിന് നടപടി? ചർച്ച ചെയ്യാം നമുക്ക്. തീർച്ചയായും ശ്രീ KK സുരേന്ദ്രൻ, അതായത് ഈ കമ്മീഷൻ അംഗം AK നസീറിനെതിരെ നടപടിക്ക് ശുപാർശ എന്നൊക്കെ കേൾക്കുന്നത് സത്യമാണോ? അല്ല, അതൊക്കെ മാധ്യമങ്ങളിലൂടെ നിങ്ങളെ പടച്ചുവിടുന്ന വാർത്തകൾ. തുടർന്നുള്ള ദിവസങ്ങളിൽ KK സുരേന്ദ്രൻ വരണമേ. ഇവിടെ കള്ളനോട്ടടിയുടെ വിഷയം പറഞ്ഞു. തീർച്ചയായിട്ടും ഇവിടെ 28 സംസ്ഥാനങ്ങളിലും കള്ളനോട്ടടിയൊന്നും നടന്നില്ല. കേരളത്തിലാണ് ഒരു പ്രവർത്തകൻ കള്ളനോട്ടടി നടത്തിയത്. അത് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ്. അങ്ങനെ പരാജയമാണ് ഇവിടെ അത് നടക്കാനുള്ള സാഹചര്യം ഉണ്ടായി. നടത്താനുള്ള സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തെ ഞങ്ങൾ ആ നിമിഷം പുറത്താക്കുകയും ചെയ്തു. പിന്നെ വേറൊന്ന് ഞാൻ മധുവിനോടും ഞാൻ ഇവരോട് ചോദിക്കട്ടെ. മൻമോഹൻ സിംഗ്, നരസിംഹറാവു മുതൽ ഇപ്പൊ രാഹുൽ ഗാന്ധി വരെ, ഇപ്പൊ നാഷണൽ ഹെറാൾഡ് കേസ്, ചിദംബരത്തിനെതിരെയുള്ള കേസ്, ഉമ്മൻചാണ്ടിയുടെ കേസ്, സുധാകരൻ നെഹ്റു കോളേജിന്റെ മധ്യസ്ഥയ്ക്ക് പോയ വിഷയം തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞോ? ഇല്ല. മധുവിനോട് ചോദിക്കുന്നു. മധു മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയാ തോന്നുന്നു എനിക്ക്. അങ്ങനെയാണ് ചോദിക്കുന്നു. ഇവിടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന ബഹുമാനപ്പെട്ട ഉണ്ണിയേട്ടൻ ഇപ്പൊ MLA. അവിടുത്തെ ചിന്നുകുട്ടൻ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാ. മലബാർ സിമന്റ്സ് കേസിൽ വിജിലൻസ് അന്വേഷണം നേരിടുകയാ. നടപടി സ്വീകരിച്ചോ? എന്തെങ്കിലും നടപടി, പ്രൊമോഷൻ കൊടുക്കുകയല്ലേ ചെയ്തത്? എളമര കരീം വിജിലൻസ് അന്വേഷണം നേരിടുക, നടപടി സ്വീകരിച്ചോ? EP ജയരാജനെതിരെ എന്താ പാർട്ടിയുടെ നടപടി എന്താ സ്വീകരിച്ചത്? ലംബോദരനെതിരെ എന്താ നടപടി സ്വീകരിച്ചത്? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ രാധിക റോയ്, നമ്മുടെ വൃന്ദ കാരാട്ടിന്റെ അനിയത്തി, ഒരുമിച്ചാണല്ലോ താമസം GK-ല്, ഡൽഹിയിൽ, നമുക്കറിയാലോ. ഒരുമിച്ചാണല്ലോ താമസം. എത്ര കോടി രൂപയുടെ അഴിമതിയാ? പ്രകാശ് കാരാട്ടിനെതിരെയും വൃന്ദ കാരാട്ടിനെതിരെയും നടപടി സ്വീകരിക്കണ്ടേ? ഒരു വീട്ടിലല്ലേ താമസിക്കുന്നത്? ചേട്ടത്തിയും അനിയത്തിയല്ലേ? എന്ത് നടപടിയാ സ്വീകരിച്ചത്? മാത്രമല്ല, ക്യാബിനറ്റ് റാങ്കിൽ വെച്ചിട്ടാണ് അഴിമതിക്കാരനായ
ശ്രീ കെ സുരേന്ദ്രൻ, എൻ്റെ വിശ്വാസം മോദിയും BJPയും ഒക്കെയാണ് ഇന്ത്യ ഭരിക്കുന്നതെന്നാണ് കേന്ദ്രം. അവിടെ ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും അല്ലാതെ മറ്റ് അന്വേഷണ കമ്മീഷനും ഒക്കെ നിയന്ത്രിക്കുന്നത് മോഡിയല്ലേ? ഇവരെയൊക്കെ ഈ ഇതിൽ പിടിച്ച് അകത്തിടാത്തത് എടുത്തിട്ടുണ്ട്. CBI അന്വേഷണം നടക്കുക അജിംഷാദെ. ഏത് കേസിൽ? അതെ, രാധിക റോയ്ക്കെതിരെ കേസ് CBI കേസ് നടത്തുകയാണ്. ICICI ബാങ്കിലെ തട്ടിപ്പ് നടത്തിയ 500 കോടിയുടെ തട്ടിപ്പ് നടത്തിയ കേസില് ഇപ്പൊ പ്രതിയാണ്. നിരവധി കേസുകൾ പ്രതിയാണ്. അന്വേഷണം നടത്തുകയാണ്. നിങ്ങൾക്കറിയില്ല NDTVയുമായി ബന്ധപ്പെട്ട അതിന്റെ മറുപടി ശ്രീ മധു പറയും. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്, എന്ത് നടപടി സ്വീകരിച്ചു വി എസ് അച്യുതാനന്ദൻ പിണറായി വിജയനെതിരെ എത്ര കത്തെഴുതി പോളിറ്റ് ബ്യൂറോക്ക്? എന്ത് നടപടി സ്വീകരിച്ചു? ശ്രീ കെ സുരേന്ദ്രൻ, അതായത് ഈ AK നസീർ എന്ന കമ്മീഷൻ അംഗത്തിനെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ശ്രീ കെ സുരേന്ദ്രൻ, എന്തോ ഈ AK നസീർ അത്തരത്തിലുള്ള ഒരു നിലപാടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെയുള്ള നടപടി സ്വീകരിച്ചത്, ഇന്ന് വരെ നമ്മുടെ കേരള സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട് നടന്ന എല്ലാ വിവരങ്ങളും വെച്ച് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് വരെയുള്ള എല്ലാ വിഷയങ്ങളും കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇതുമായി മെഡിക്കൽ കോഴയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എല്ലാ വിഷയങ്ങളും, അതായത് ചർച്ച ചെയ്യപ്പെട്ടതും ചർച്ച ചെയ്യപ്പെടാത്തതും എല്ലാ വിഷയങ്ങളും വെച്ച് കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ. അമിത്ഷാ അതിന് കണക്കിന് കൊടുത്തിട്ടുണ്ടെന്ന് സംസ്ഥാന നേതാക്കന്മാർക്ക് അമിത്ഷാ കണക്കിന് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അധ്യക്ഷന് പനി വന്നത് അങ്ങനെയാണെന്ന് പോലും സോഷ്യൽ മീഡിയയിൽ പ്രചരണമുണ്ട്. അതൊക്കെ പോട്ടെ, ശ്രീ GV ഹരി എന്ന കോൺഗ്രസ് നേതാവ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഈ ഡിമോണിറ്റൈസേഷൻ ഒക്കെ വന്നതിന് ശേഷം, ഈ നോട്ട് നിരോധനമൊക്കെ വന്നതിന് ശേഷം എങ്ങനെയാണ് ഈ 5 കോടി രൂപ ദില്ലിയിൽ എത്തിച്ചത് കുഴൽപ്പണമായി? അത് തടയാനാണല്ലോ ഈ നോട്ട് നിരോധനം കൊണ്ടുവന്നത്. മോദിയുടെ ഒരു പരാജയം, നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിന്റെ പരാജയം അജിംഷാദെ, സിപിഎമ്മിന്റെ പരാജയം. അതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അന്വേഷണം നടത്തണമെന്ന്, അതെ, എൻഫോഴ്സ്മെന്റ് അന്വേഷിക്കണമെന്ന് നിങ്ങൾ ഡിമാൻഡ് ചെയ്യൂ. വിജിലൻസ് അന്വേഷണം, എൻക്വയറി പൂർത്തിയാക്കിയതിനു ശേഷം ഡിമാൻഡ് ചെയ്യൂ. ഇവരെ കയ്യാമം വയ്ക്കൂ അജിംഷാദെ, കയ്യാമം വയ്ക്കൂ. ഈ കള്ളപ്പണം അവിടേക്ക് എത്തിച്ച ആളുകളെ, ഈ 5,60,00,000 രൂപ വാങ്ങി എത്തിച്ചവരെ കയ്യാമം വയ്ക്കൂ. വിജിലൻസ് അന്വേഷണം നടക്കുന്നത് പൂർണ്ണമായും ഞങ്ങൾ സഹകരിക്കാം. അതിനോട് ഏതൊക്കെ രീതിയിൽ സഹകരിക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ ഞങ്ങൾ സർവാത്മന ആ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു. അന്വേഷണം നടക്കട്ടെ. ഇത്രയും സുതാര്യമായ സമീപനം ഞങ്ങൾ സ്വീകരിക്കുന്നത്. CPM അങ്ങനെ സ്വീകരിച്ച് ലാവ്ലി കേസിൽ CBI എന്താ പറഞ്ഞത്? നിങ്ങൾ ലാവ്ലി കേസിന് എന്ത് സമീപന സ്വീകരിച്ചത്? അപഹാസ്യമാകും തീർച്ചയായിട്ടും. ശ്രീ VK മധു, അതായത് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഒരു വ്യക്തിയെ പിടിക്കപ്പെടുന്നു, ആ പാർട്ടി എന്നുള്ള നിലയിൽ ആ വ്യക്തിക്കെതിരെ നടപടിയെടുക്കുന്നു, അവിടെ തീരുന്നു. കമ്മീഷൻ അംഗത്തിനെതിരെ ഒരു നടപടിയുണ്ട്, ഇത് കണ്ടുപിടിച്ച കമ്മീഷൻ, അതൊന്നും അദ്ദേഹം അംഗീകരിക്കുന്നില്ല, അതൊന്നും ഔദ്യോഗികമല്ല എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ ഒരു BDJS നേതാവിന് ഇത്തരത്തിലൊരു വ്യക്തിക്ക് പണം കൊടുക്കുന്നു, ആ വ്യക്തിക്കെതിരെ നടപടിയെടുക്കുന്നു, അവിടെ തീരുന്ന ധാർമ്മികതയാണോ BJPക്കുള്ളത് ഈ വിഷയത്തിൽ? അല്ല, വ്യക്തികൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടല്ലല്ലോ ഇവിടെ നടന്നത്. പണം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുകയും കൈവായ്പ വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു ഇടപാടല്ലല്ലോ ഇവിടെ നടന്നത്. ഇവിടെ നടന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ്. ഒരു ക്രിമിനൽ BJP ഒരാളിനെ പുറത്താക്കി എന്നുള്ളത് കൊണ്ട് അവസാനിക്കുന്നൊരു കാര്യമല്ല ഇത്. ഇത് ഒരു മെഡിക്കൽ കോളേജിന് അനുമതിയുമായി ബന്ധപ്പെട്ട് കോഴ വാങ്ങുക എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ്, ക്രിമിനൽ കുറ്റമാണ്. ആ കുറ്റം ചെയ്ത ആളിൻ്റെ പേരിൽ അതിനനുസരിച്ചുള്ള നടപടിയാണ് ഉണ്ടാവേണ്ടത്. അതിനനുസരിച്ചുള്ള അന്വേഷണവും നടപടികളാണ് ഉണ്ടാവേണ്ടത്. ഇപ്പോൾ ഇത് സംബന്ധിച്ച അന്വേഷണമൊക്കെ കേരളത്തിൽ നടത്തുന്നുണ്ട്, കേരളത്തിൽ വിജിലൻസ് നടത്തുന്നുണ്ട്, ഗവൺമെൻറ് നടത്തുന്നുണ്ട്. പക്ഷെ അവിടെ മാത്രം അവസാനിക്കുന്നൊരു കാര്യമല്ല. ഇതിനെ സംബന്ധിച്ച് മറ്റു പലരും വ്യക്തമാക്കിയത് ഒരു വലിയ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യയിൽ 70 മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ട് ഈ അഴിമതിയുടെ നാറുന്ന കഥകളുണ്ട്. പിന്നെ BJPയുടെ രാഷ്ട്രീയ സദാചാരത്തെക്കുറിച്ചൊക്കെ ഇവിടെ പ്രസംഗിച്ചാൽ ഒരുപാട് മറുപടി പറഞ്ഞു. അഴിമതിയുടെ ആറാട്ടുപുരയിൽ നീരാട്ട് നടത്തുന്നൊരു പാർട്ടിയാണ് BJP. എവിടെയാണ് തുടങ്ങിയത്? BJPക്ക് അധികാരം കിട്ടിയ കാലത്തെല്ലാം തുടങ്ങിയില്ലേ?
അതല്ലേ കാർഗിൽ ശവപ്പെട്ടി കുംഭകോണം? അത് വാജ്പേയി ഗവൺമെൻറ് കാലത്തല്ലേ? അന്ന് അതുമായി ബന്ധപ്പെട്ട് ഡോളർ കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന ഡോളറിൻ്റെ അഴിമതി നടന്നു എന്നുള്ളത് വളരെ വ്യക്തമായി CAG എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനം വിലയിരുത്തിയ പ്രശ്നമല്ലേ? അതുപോലെ തന്നെ പെട്രോൾ പമ്പ് അഴിമതി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. എന്താ, നാട്ടിൽ പാർട്ടി ഓഫീസിൽ പോയി ചിറ്റ് വാങ്ങിക്കൊണ്ട് പെട്രോൾ പമ്പിന് എത്ര ലക്ഷം കൊടുത്തു എന്ന് ചിറ്റ് വാങ്ങിക്കൊണ്ട് പെട്രോൾ പമ്പിന് അനുമതി വാങ്ങേണ്ട ഒരവസ്ഥ ഈ കേരളത്തിൻ്റെ അകത്തുണ്ടാക്കി, ഇന്ത്യയിൽ ഉണ്ടാക്കിയത് ഏത് പാർട്ടിയാ? അത് വാജ്പേയി അധികാരത്തിലിരുന്ന കാലത്തുണ്ടാക്കിയതല്ലേ? പിന്നെ ഇപ്പോൾ വലിയ ധാർമ്മികത പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ എന്താ ഈ 3 വർഷത്തെ കഥ? 3 വർഷത്തെ കഥകൾ. മധ്യപ്രദേശിലെ വ്യാപക അഴിമതി എന്തഴിമതിയാ? കേരളത്തിൽ PSCക്ക് സമാനമായിട്ടുള്ള റിക്രൂട്ടിംഗ് ഏജൻസിയാണ്. അതിൻ്റെ പിറവിൽ നടത്തിയിരിക്കുന്ന അഴിമതിയെ സംബന്ധിച്ച് വലിയ വിവാദമല്ലേ രാജ്യത്ത് വന്നിരിക്കുന്നത്? മുഖ്യമന്ത്രി പ്രതിക്കൂട്ടി നിൽക്കുകയല്ലേ? മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി പ്രതിക്കൂട്ടി നിൽക്കുകയല്ലേ? അതിന് ഇരകളായവരോ പരാതിക്കാരോ അത് സംബന്ധിച്ച് സാക്ഷികളായവരോ ആയിട്ടുള്ള നിരവധി ആളുകൾ കൊല്ലപ്പെട്ടില്ലേ? തെരുവിൽ പട്ടിയെ പോലെ ചത്തുകിടന്നല്ലേ നിരവധി പേര്? വ്യാപക അഴിമതി ഒരു വലിയ പ്രശ്നമായിട്ട് രാജ്യത്തുനിന്ന് ഉയർന്നു നിൽക്കുകയല്ലേ? അതുപോലെ തന്നെ കർണാടകത്തിൽ BJPക്ക് അധികാരമുണ്ടായിരുന്ന സമയത്ത് യെദ്യൂരപ്പയുമായി ബന്ധപ്പെട്ട് റെഡ്ഡി സഹോദരന്മാരുമായി ബന്ധപ്പെട്ട് വന്ന അഴിമതി ആരോപണം ഇപ്പോൾ റെഡ്ഡി സഹോദരന്മാരുടെ പേരിൽ അവിടെ നടത്തിയ മാമാങ്കവും ഒക്കെ നമ്മൾ കണ്ടതല്ലേ? ഈ രാജ്യത്തെ ജനങ്ങൾ ഇതെല്ലാം കണ്ടതല്ലേ? മഹാരാഷ്ട്രയിൽ ഉച്ചക്കഞ്ഞിയുടെ പേരിൽ പങ്കജ മുണ്ടെ നടത്തിയ അഴിമതിയെ സംബന്ധിച്ച വിവാദം രാജ്യത്ത് ഉയർന്നു വന്നതല്ലേ? എന്തിന് ദേശീയ തലത്തിൽ മാത്രമാണോ അഴിമതി? ഈ തിരുവനന്തപുരം നഗരസഭയിൽ BJPക്ക് അപ്പീൽ കമ്മിറ്റി എന്ന് പറയുന്നൊരു കമ്മിറ്റിയുടെ ചെയർമാൻഷിപ്പ് കിട്ടി. BJPയുടെ കൗൺസിലല്ല, പക്ഷേ BJPയുടെ ഒരു അംഗം അപ്പീൽ കമ്മിറ്റിയുടെ ചെയർമാനായി. ടെക്നോ പാർക്കിലെ തേജസ്വിനി എന്ന് പറയുന്ന ഒരു കെട്ടിടവുമായി ബന്ധപ്പെട്ട് 4,92,00,000 രൂപയുടെ അഴിമതി. 4,90,00,000 ഒരു അപ്പീൽ കമ്മിറ്റിയുടെ ചെയർമാൻഷിപ്പ്, 4,92,00,000 രൂപയുടെ അഴിമതി. 2008 മുതൽ 2017 വരെയുള്ള ഹൈക്കോടതിയിലും അതുപോലെ തന്നെ ഗവൺമെൻറ്റിലും ഒക്കെ ഉണ്ടായിരുന്ന നിരവധി പരാതികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നികുതി ഇളവ് എന്ന് പറയുന്ന തേജസ്വിനിയുടെ ഡിമാൻഡ് എല്ലായിടത്തും തള്ളിക്കളഞ്ഞത് ഒരു അപ്പീൽ കമ്മിറ്റി അധികാരമില്ലാതെ. അപ്പീൽ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു അതോറിറ്റി അല്ല, നഗരസഭയുടെ ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ കൗൺസിലിൻ്റെ തീരുമാനത്തിന് വിധേയമായിട്ട് മാത്രമേ നിയമപ്രാബല്യമുള്ളൂ. പക്ഷേ നിങ്ങൾക്കറിയോ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു അപ്പീൽ കമ്മിറ്റി പ്രൊസീഡിങ്സ് ഇറക്കി നികുതി ഇളവ് ചെയ്ത് കൊടുത്തു. 4,92,00,000 രൂപ. എത്ര കോടി രൂപ ആർക്കൊക്കെ കിട്ടി? ഇത് 17 കൊണ്ട് അവസാനിക്കുന്ന ഒരു അഴിമതിയല്ല. ഇനി വരാനിരിക്കുന്ന കാലത്തെല്ലാം തേജസ്വിനി എന്ന് പറയുന്ന ഈ കമ്പനി ഈ നിരക്കനുസരിച്ചാണ് പണമടയ്ക്കാൻ അവസരമുണ്ടാവുക. എത്ര വലിയ, അപ്പം എവിടെ കിട്ടിയാലും കള്ളനോട്ടിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ, കൊടുങ്ങല്ലൂരിൽ ഞങ്ങൾ പുറത്താക്കി. അത് നല്ല കാര്യമാണ്. ഒരു ക്രിമിനൽ കുറ്റം നടത്തി അഴിമതി നടത്തി BJPയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ക്രിമിനലുകളെല്ലാം അവിടെയും ഇവിടെയും അഴിമതി നടത്തുകയും അക്രമം നടത്തുകയും ചെയ്താൽ ഞങ്ങളിതാ പുറത്താക്കി കൈ കഴുകുന്നു. ഇത് ആർക്കാ ഇത് മനസ്സിലാവുക? കേരളത്തിൽ ആരെങ്കിലും ഇത് വിശ്വസിക്കുന്നതാണോ? പൊതുസമൂഹം ഇത് വിശ്വസിക്കുന്നതാണോ? പിന്നെ CPMൻ്റെ അഴിമതിയെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ അതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. CPM ഇന്നലെ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ആകാശത്ത് നിന്ന് പൊട്ടിവീണ പാർട്ടിയൊന്നുമല്ല. ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങളിൽ മാറിയും തിരിഞ്ഞും നിരവധി തവണ അധികാരത്തിൽ വന്നിട്ടുള്ള പാർട്ടിയാണ്. ആ പാർട്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ലാവലിനൊക്കെ പറഞ്ഞ് അതിൻ്റെ മൂർച്ച പോയ വാദഗതികളല്ലേ നിങ്ങൾ കൊണ്ടു നടന്ന ലാവലിൻ. നിങ്ങൾക്ക് പോലും അത് അംഗീകരിക്കാൻ പറ്റാത്ത വണ്ണം കോടതി നിർദാക്ഷിണ്യമെടുത്ത് ദൂരെ കളഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് ഇനിയും ചർവത നടത്തുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഴിമതി കണ്ടുപിടിക്കാൻ. മാർക്സിസ്റ്റ് പാർട്ടി അഴിമതിക്കൊന്നും കൂട്ടു നിൽക്കുന്ന പാർട്ടിയല്ല. ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ പേരെല്ലാം കർശനമായ നിലപാടും ഒക്കെ സ്വീകരിച്ച പാരമ്പര്യമുള്ള പാർട്ടിയാണ് ആ പാർട്ടി. അത് ഇന്നും ഇന്നലെയും ഉണ്ടായ പാർട്ടിയൊന്നുമല്ല. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, അധികാരമില്ല. ഒരു അപ്പീൽ കമ്മിറ്റി കിട്ടിയാൽ അതിൻ്റെ മറവിൽ 5 കോടി അഴിമതി നടത്താൻ BJP എന്ന് പറയുന്ന പാർട്ടിക്കല്ലാതെ ലോകത്താർക്ക് സാധിക്കില്ല. അതാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടായത്. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് കയർ ബോർഡ്, റബ്ബർ ബോർഡ് അടക്കമുള്ളവയിൽ ഒന്നും തന്നെ കേന്ദ്രം പോലും കേരളത്തിന് അർഹമായ പ്രാതിനിധ്യം നൽകാതെ ഇരിക്കുന്നത്. ശ്രീ KK സുരേന്ദ്രൻ, അതിൻ്റെയൊക്കെ ഫലമാണെന്ന് നിരീക്ഷിക്കേണ്ടി വരും. ശ്രീ GV ഹരി, MT രമേശിന് ക്ലീൻ ചിറ്റ് നൽകി ഇന്ന് വാർത്താ സമ്മേളനം BJP നേതാക്കന്മാർ നടത്തുമ്പോൾ അതിൻ്റെ ധാർമ്മികത എത്രത്തോളമാണ്? അത് ഒരേ കമ്മീഷൻ, ആ കമ്മീഷനിൽ നേതാക്കന്മാരെക്കുറിച്ചും RS വിനോദിനെക്കുറിച്ചും ഒക്കെ പറയുന്നു. MT രമേശിനെ കുറിച്ച് വന്ന ഭാഗങ്ങളൊക്കെ പെട്ടെന്നൊരു ഘട്ടത്തിൽ അങ്ങ് വാനിഷ് ആകുന്നു.
പിന്നീട് RS വിനോദിലേക്ക് മാത്രം പഴിചാരി കാര്യങ്ങൾ അങ്ങ് ഒത്തുതീർപ്പാക്കുന്നു. അങ്ങനെ MT രമേശിന് ക്ലീൻ ചിറ്റ് നൽകിയത് എത്ര കണ്ട് ധാർമ്മികമാണ് ജനങ്ങളുടെ കണ്ണിൽ? അല്ല, ഈ സ്വാഭാവികമായും അവരുടെ ഒരു നേതാവ്, പ്രത്യേകിച്ച് സംസ്ഥാന നേതാവ് ഇത്തരത്തിലൊരു കാര്യത്തിൽ ഇടപെട്ട് നിൽക്കുമെന്ന് പറയുമ്പോൾ പാർട്ടിക്ക് അത് പ്രതിരോധിക്കേണ്ടി വരും. അതിപ്പോൾ ഏത് പാർട്ടിയാണെങ്കിലും സ്വാഭാവികമായി ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ അതിനകത്ത് അവർ ചെയ്യേണ്ടിയിരുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്വേഷണം എന്ന് പൂർത്തീകരിക്കുന്നതിനനുസൃതമായി നടപടിയെടുക്കും എന്നെങ്കിലും മിനിമം പറയണമായിരുന്നു. അവർ തന്നെ പ്രഖ്യാപിക്കുകയാണ് പൂർണ്ണമായിട്ടും. ആരോപണം വന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലൊരു ആരോപണം വന്നു കഴിയുമ്പോൾ, ആർക്കെതിരെയാണെങ്കിലും വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായി അന്വേഷണം അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടാവും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അന്വേഷണവും ഇതുവരെ ഇല്ല. അദ്ദേഹം പൂർണ്ണനായി ഞാൻ ഇത് ചെയ്തു. ഇപ്പോൾ ആരോ സ്വന്തമായിട്ട് പറയുന്ന പോലെ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ കുറച്ചു കാലം മുമ്പൊക്കെ അമ്മ പറഞ്ഞത് ഇതിന് സമാനമായ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ദിലീപ് ഒരു കുഴപ്പമില്ലായിരുന്നു, നമ്മളെല്ലാവരും കണ്ടതാണ്, ശ്രീ ഇന്നസെൻ്റ് അടക്കമുള്ള ആളുകൾ പറഞ്ഞതാണ്, ദിലീപ് എന്നോട് പറഞ്ഞതാണ് ഒരു കുഴപ്പമില്ലാതെ, അവസാനം നമ്മൾ കണ്ടു എന്തായി തീർന്നു എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ അതിന് സമാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ ഈ വാർത്താ സമ്മേളനങ്ങളെയൊക്കെ ഞാൻ കാണുന്നത്. പക്ഷേ ഇത് നമ്മൾ കാണേണ്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്ത് സാധാരണക്കാരൻ വെയിൽ കൊണ്ട് ഒരു 2500 രൂപയും 25,000 രൂപയും 50,000 രൂപയും കഷ്ടപ്പെട്ട് വാങ്ങിക്കാൻ വേണ്ടി ബാങ്കിൽ ക്യൂ നിന്ന ഒരു ചരിത്രമുണ്ട്. അറിയാമല്ലോ, അജിംഷാദിന് ആ ചരിത്രം ഓർമ്മയുണ്ടല്ലോ, ആ സംഭവങ്ങൾ ഓർമ്മയുണ്ടല്ലോ. ആളുകൾ കിടന്ന് നെട്ടോട്ടം ഓടുകയായിരുന്നു. കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെയൊക്കെ വലിച്ചു പൂട്ടി അടച്ച് ഇതെല്ലാം കുഴപ്പമാണ്, ഇവിടെ എല്ലാം അഴിമതിയാണ്, ഇവിടെ എല്ലാം പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ഒരു കാലഘട്ടത്തിൽ ഒരു 3-4 മാസക്കാലം കേരളത്തിലെ സഹകരണ സംഘങ്ങളെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത ആളുകളാണ്. സാധാരണക്കാരന്റെ പൈസ കിടന്ന സ്ഥലമാണ്. അവിടെയാണ് ഞാൻ നേരത്തെ ചോദ്യത്തിന്റെ വളരെ പ്രസക്തമായ കാര്യം. അദ്ദേഹം അതിനെ ഉഴപ്പിക്കളഞ്ഞു, വെറുതെ അങ്ങനെ പറയേണ്ട കാര്യമില്ല. അതായത് അങ്ങനെയുള്ള ആ ഒരു സമയത്ത്, അതും ഈ തൊട്ടടുത്ത സമയത്ത്, ഈ 5 കോടി രൂപ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത്, അത് ഇവിടെ നിന്ന് കൊടുത്തുവെന്നും അവിടെ വാങ്ങിച്ചുവെന്നും രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞു. ഇത് ആരോ അത് നിഷേധിക്കുന്നില്ല. അവരത് വാങ്ങിച്ചു, അതിൽ 1 കോടി നഷ്ടമെന്നാണ് പറഞ്ഞത്, 4 കോടിയെ കിട്ടുള്ളതാണ് പറഞ്ഞത്. അപ്പൊ ഇത് നമ്മൾ വളരെ സീരിയസ് ആയി കാണണ്ട. കാരണം രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ അതായത് മുണ്ട് മുറുക്കി ഈ രാജ്യത്ത് ഇങ്ങനെ ഒരു നല്ല കാര്യം നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഒരു പരാതി പോലും ഉന്നയിക്കാതെ, ഒരു ചെറിയ പ്രശ്നം പോലും ഉന്നയിക്കാതെ പ്രധാനമന്ത്രിക്ക് എല്ലാ പിന്തുണയും കൊടുത്താണ് ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ. പ്രത്യേകിച്ച് കേരളത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ എന്തെങ്കിലും ചെറിയ വിഷയമുണ്ടായാൽ ആ വിഷയം വലിയ വിവാദമായി തീർന്നു. പക്ഷേ ഇവിടെ നോട്ട് നിരോധനം എന്ന് പറയുന്ന അസംബന്ധം ഉണ്ടായപ്പോൾ ഇവിടെ ഒരാൾ ഒരു കുഞ്ഞു പോലും അതിനെതിരെ പ്രതികരിച്ചില്ല. എന്തായിരുന്നു കാരണം? അതിന്റെ കാരണം നന്മ വരുന്നെങ്കിൽ, നല്ലത് വരുന്നെങ്കിൽ അതിനെ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നൊരു സന്ദേശമാണ് പ്രധാനമന്ത്രി കൊടുത്തത്. പ്രധാനമന്ത്രി എന്ത് പറഞ്ഞു? ഞങ്ങളുടെ ഇതിനെ അനുവദി അല്ലെങ്കിൽ അംഗീകരിച്ച ജനങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അജിംഷാദെ വളരെ സീരിയസ് ആയി കാണേണ്ടത് 5,60,00,000 രൂപ എങ്ങനെ ഇവർ കൊണ്ടുപോയി എന്നുള്ളതാണ്. തീർച്ചയായും ശ്രീ KK സുരേന്ദ്രൻ, അതായത് ഈ MT രമേശിന് ക്ലീൻ ചിറ്റ് നൽകിയത് എന്ത് അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒന്ന് രണ്ട് കാര്യം എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് 1-2 കാര്യം എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. ഇപ്പോൾ CPM-ൽ ശശിയും നമ്മുടെ ഗോപി കോട്ടമുറിക്കലും സ്ത്രീ പീഡനം നടത്തി. അവർ രണ്ടുപേരും പീഡനം നടത്തി. അതുപോലെ നമ്മുടെ വടക്കാഞ്ചേരി ജയന്തൻ, ഇവരും 3 പേരും സ്ത്രീ പീഡകരാണോ? മാർക്സിസ്റ്റ് പാർട്ടിക്കാരും മുഴുവൻ സ്ത്രീ പീഡകരാണോ? ആണ് എന്ന ആരോപണം എനിക്കില്ല. കാരണം ശശിയും ഗോപി കോട്ടമുറിക്കലും സ്ത്രീ പീഡനം നടത്തിയെങ്കിൽ CPM-ലെ എല്ലാ ജില്ലാ സെക്രട്ടറിമാരും എല്ലാ നേതാക്കന്മാരും ഇത്തരക്കാരാണ് എന്ന അഭിപ്രായം എനിക്കില്ല. അത്തരത്തിലുള്ള ആരോപണം എനിക്കില്ല. എല്ലാവരും ജയന്തന്മാരാണെന്ന അഭിപ്രായം എനിക്കില്ല. എല്ലാവരും സക്കീർ ഹുസൈൻമാരാണെന്ന അഭിപ്രായം എനിക്കില്ല. ഇനി ശ്രീ KK സുരേന്ദ്രൻ, അതെ ഒരു വ്യക്തിയുടെ ശാരീരികവും ജൈവപരവുമായ പ്രക്രിയകൾക്ക് ഒരു പാർട്ടി ഉത്തരവാദിയല്ല. ഒരു പക്ഷേ ഈ അഴിമതി അതുമായി കൂട്ടിക്കെട്ടരുത്. ഈ അഴിമതി RS വിനോദ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് RS വിനോദിൽ മാത്രം ഫുൾ സ്റ്റോപ്പ് ഇടുന്നതല്ല എന്ന് താങ്കൾക്കും അറിയാം, എനിക്കും അറിയാം, കാണുന്ന ജനങ്ങൾക്കും അറിയാം. ഇവിടെ RS വിനോദിന് പണം നൽകിയിട്ടുണ്ടെങ്കിൽ അത് BJP നേതാവ് എന്നുള്ള നിലയിലാണ്. BJPക്ക് കേന്ദ്രത്തിൽ അധികാരമുള്ളതുകൊണ്ടാണ്. ഞാൻ ഒരൊറ്റ ചോദ്യം, രാധിക റോയിയുടെ അഴിമതി നമുക്ക് രാധിക റോയിയുടെ അഴിമതി നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ CPM-ന്റെ നേതാവൊന്നും അല്ല. അതെ, രാധിക ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ഡൽഹിയിൽ ഒരുപാട് പേര് താമസിക്കുന്നത്. തീർച്ചയായും അതായത് ഈ രാധിക റോയി ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന അഴിമതിയുടെ ലിങ്ക് താങ്കൾക്ക് ബോധ്യമാകുന്നു.
ഈ RS വിനോദിന്റെയും MT രമേശിന്റെയും അഴിമതിയുടെ ലിങ്ക് മാത്രം BJPക്കും താങ്കൾക്കും ബോധ്യമാകുന്നില്ല അല്ലേ? നിങ്ങൾ MT രമേശിനെതിരെ ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങളെ. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു അജിംഷാദെ. നിങ്ങൾ ഒരു പ്രഗത്ഭനായ മാധ്യമ പ്രവർത്തകനല്ലേ? ഞാൻ താങ്കളെ വെല്ലുവിളിക്കുന്നു. MT രമേശിനെതിരെ ഏതെങ്കിലും ഒരു വിദൂരമായിട്ടുള്ള തെളിവുകളെങ്കിലും ഈ വിഷയത്തിൽ നിങ്ങൾ കൊണ്ടുപോവാ. പിന്നെ ആർക്കെതിരെയാണ്? ജനതാ പാർട്ടി എന്തിനാണ് ഇന്ന് മുരളീധര പക്ഷവും MT രമേശും ഇന്ന് കൊമ്പ് കോർത്തത്? എന്തിനാണ്? ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ശ്രീ KK സുരേന്ദ്രൻ, എന്തിനാണ് മുരളീധര പക്ഷവും MT രമേശും കൊമ്പ് കോർത്തത്? താങ്കൾക്ക് പരിധിയുണ്ട് പറയാൻ, അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ചോദിക്കാത്തത്. മാധ്യമങ്ങൾക്ക് വാർത്ത വേണ്ടേ? രമേശിന്റെ പേരൊന്നും പറഞ്ഞത് ഞങ്ങളാരും അല്ലല്ലോ. ആ കോൺഗ്രസ് സുഹൃത്ത് ഇന്ന് നമ്മുടെ വിൻസെന്റ് എം എൽ എ ഒരു സ്ത്രീ പീഡന കേസിൽ പ്രതിയാ. അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്തുകയാണ് കോൺഗ്രസ് പാർട്ടി. അത് ന്യൂസ് അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്, അതിലേക്ക് നമുക്ക് പോകാം. ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് സ്വാമിയുടെ കാര്യം മറന്നുപോയോ? നമ്മുടെ സ്വാമിയുടെ കാര്യം അത് മറന്നുപോയോ? തിരുവനന്തപുരത്ത് ജനനേന്ദ്രിയം മുറിച്ച സ്വാമിയുടെ കാര്യമാണ് ചോദിച്ചത്. ഒരു പെൺകുട്ടി അല്ലല്ല, അങ്ങനെ ഒരു സ്വാമി ഉണ്ട്. ഒരു ജനനേന്ദ്രിയം മുറിക്കപ്പെട്ട ഒരു ഹരിസ്വാമി ഉണ്ട്. അത് നിങ്ങളുടെ സ്വാമിയല്ലേ? ഹരിസ്വാമിയോ? വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സജീവ പ്രവർത്തകൻ. നിങ്ങൾക്ക് ചന്ദ്രസ്വാമിമാരെ കൊണ്ടുവരുന്നവരല്ലേ നിങ്ങള്? അതൊക്കെ നരസിംഹറാവുവിന്റെ കാലഘട്ടത്തിലല്ലേ? ശ്രീ KK സുരേന്ദ്രൻ ഇത്തരത്തിലുള്ള കൊള്ളരുതായ്മകൾ ചെയ്യുന്ന പാർട്ടിയല്ലേ നിങ്ങളുടെ പാർട്ടി? ശ്രീ KK സുരേന്ദ്രൻ, താങ്കൾ ചെയ്യുന്ന സങ്കേതം ഒന്നാണ്, തെറ്റിനെ മറ്റ് ചില തെറ്റുകൾ കൊണ്ട് മറയ്ക്കുക എന്നത്. അതാണോ BJPയുടെ നയം ഈ കാര്യത്തിൽ? ഒരിക്കലുമില്ല. ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നു അജിംഷാദെ, ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നു. വിനോദ് അവിടെ അഴിമതി നടത്തിയിട്ടുണ്ട്, ക്രിമിനൽ ഓഫൻസ് ഉണ്ട്. ആ ക്രിമിനൽ ഓഫൻസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ നിങ്ങൾ വിജിലൻസ് നടപടിയെടുക്കൂ. ഒരു പാവം വിനോദിനെതിരെ നടപടിയെടുത്ത് എല്ലാ കാര്യങ്ങളിലും സംതൃപ്തി നേടി ഇരിക്കാൻ വേണ്ടി പറയാൻ താങ്കൾ പറഞ്ഞുള്ളൂ. പക്ഷെ ജനങ്ങൾ അത് കാണുന്നുണ്ട് എന്ന കൃത്യമായ ബോധ്യം താങ്കൾക്കുണ്ടാകും. ശ്രീ GV ഹരി, ഇന്ന് BJPയുടെ പ്രഖ്യാപിക്കപ്പെട്ട നടപടിയുടെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും കേരളത്തിൽ ഒരുപാട് ദിവാസ്വപ്നങ്ങൾ കണ്ടിരുന്ന BJPയുടെ സ്വപ്നം മുഴുവൻ തകർന്നു വീണ ഒരു ദിവസം. തീർച്ചയായും അത് വ്യക്തമാണ്. ശ്രീ VK മധു, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ പ്രവേശിക്കുമ്പോൾ വരുത്തേണ്ട ജാഗ്രതകളുടെ വ്യക്തമായ കുറവാണോ BJP ഇന്ന് നേരിട്ടത്? അതായത് നോട്ടടിക്കുന്നവരും ഇങ്ങനെ അഴിമതി നടത്തുന്നവരും കോഴ വാങ്ങുന്നവരും സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും ഒക്കെ ബന്ധപ്പെടുന്ന തരത്തിലേക്കുള്ള ലിങ്കുകൾ അവരംഗീകരിച്ചില്ലെങ്കിൽ പോലും നമുക്ക് ബോധ്യമാകുന്നു, അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ. അങ്ങനെയാണെങ്കിൽ അതൊക്കെ യാദൃച്ഛികമായ ഒരു നിമിഷം ഉണ്ടായതാണോ? എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പരിണിത പ്രജ്ഞയിൽ അത് രൂപപ്പെടുത്തേണ്ടത്, അതിനെ നിരീക്ഷിക്കേണ്ടത്? അത് BJP എന്ന് പറയുന്ന പാർട്ടിയുടെ ജാതക ദോഷമാണ്. ദേശീയാടിസ്ഥാനത്തിലായാലും സംസ്ഥാനാടിസ്ഥാനത്തിലായാലും അധികാരം നേടിയെടുക്കാനും ജനസ്വാധീനം വർദ്ധിപ്പിക്കാനും നാട്ടിൽ അംഗീകാരമില്ലാത്തവരും നാട്ടിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരും ക്രിമിനലുകളുമായിട്ടുള്ള എല്ലാവരുടെയും ഒരു താവളമായിട്ട് BJP മാറി എന്നുള്ളതാണ് അവസ്ഥ. മിസ്ഡ് കോൾ അടിച്ച് അംഗത്വം കൊടുക്കുന്നൊരു പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു അംഗത്തിനെ തിരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു നിരീക്ഷണമോ എന്തെങ്കിലും ഒരു കാഴ്ചപ്പാടോ ആ പാർട്ടിക്കില്ല. അപ്പോൾ അങ്ങനെ എല്ലാ ക്രിമിനലുകൾക്കും എല്ലാ അധാർമിക പ്രവർത്തനം നടത്തുന്നവർക്കും ചെന്നു കയറാൻ പറ്റുന്ന ഒരു താവളമാണ് BJP. നാട്ടിൽ പ്രാദേശികമായിട്ട് നോക്കിയാലും എവിടെ നോക്കിയാലും അതാണ്. അതുകൊണ്ടാണല്ലോ BJPക്ക് കേരളത്തിൽ ഇപ്പോഴും ഈ പറയുന്ന അവസ്ഥയിൽ നിൽക്കേണ്ടി വന്നത്. ദേശീയ തലത്തിലൊക്കെ BJP അധികാരത്തിലൊക്കെ വന്നിട്ടുണ്ട്, അത് വേറെ പ്രശ്നം. ഞാൻ പറയട്ടെ, അത്തരത്തിലുള്ള ആൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രധാനപ്പെട്ട ക്രിമിനലുകളെ സംരക്ഷിക്കുക എന്ന് പറയുന്നതിൽ ഇപ്പോൾ BJPയുടെ MP അല്ലേ വിജയമല്യ? BJPയുടെ MP അല്ലേ വിജയമല്യ? 9,000 കോടി രൂപ തട്ടിയിട്ട് വിദേശത്തേക്ക് കടന്ന വിജയമല്യ ആരാ? BJPയുടെ MP അല്ലേ? ലളിത് മോഡിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിവാദങ്ങളാണ് രാജ്യത്ത് നിൽക്കുന്നത്. കേന്ദ്ര ക്യാബിനറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട സീനിയർ മിനിസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വരെ ആക്ഷേപം വരികയല്ലേ?
അപ്പൊ എല്ലാ ക്രിമിനലുകൾക്കും വന്നു ചേരാൻ പറ്റുന്ന ഒരു താവളമാണ് BJP. അധാർമികതയുടെ ചെളിക്കുണ്ടിൽ ആണ്ട് കിടക്കുന്ന ഒരു പാർട്ടിയാണ് BJP. അത് തന്നെയാണ് കേരളത്തിൽ. തീർച്ചയായും ആ ചെളിക്കുണ്ടിൽ നിന്നാണ് താമര ഉയരുന്നതെങ്കിൽ അതിന് കേരളത്തിൽ നിലനിൽപ്പുണ്ടാകില്ല. ശ്രീ VK മധുവും GV ഹരിയും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ചിട്ടിപ്പിരിവുകാർക്കടക്കം പൈസ വാങ്ങിക്കൊടുക്കാനും അവിടെ നിന്ന് നോട്ടടിയും ഒടുവിൽ ഇങ്ങനെ വലിയ കുംഭകോണങ്ങൾ നടത്താനുമുള്ള പാടവം കേവലം ഒന്നോ രണ്ടോ വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന യുക്തിക്ക് കൃത്യമായ മറുപടി, സംതൃപ്തമായ മറുപടി BJP ഇനിയും നൽകേണ്ടതുണ്ട്. അതിനുള്ള പണിപ്പുരകൾ നിങ്ങൾ ആരംഭിച്ചുകൊള്ളൂ. ഫുൾ സ്റ്റോപ്പ് ഇടാതെ ചർച്ച ജനങ്ങളിലേക്ക്. ഈ ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. അടുത്തത് നമുക്ക് വിൻസെന്റ് MLA യിലേക്ക് പോകാം.